ഗിരീഷ് ഏടി ചെയ്യുന്നതിന് സമാനമായി പ്ലോട്ട് ഹെവി അല്ലാത്ത എന്നാൽ ഒരുപാട് ഹ്യൂമർ സിറ്റുവേഷനുകളിൽ കൊണ്ടുവരുന്ന സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകനാണ് അരുൺ ഡി ജോസ്. അദ്ദേഹത്തിൻ്റെ ആദ്യ 2 സിനിമകളായിട്ടുള്ള ജോ ആൻഡ് ജോ, 18+ എന്നീ സിനിമകൾ പോലെ തന്നെ സിറ്റുവേഷണൽ ഹ്യൂമറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബ്രോമാൻസ്. പക്ഷെ ബാക്കി 2 സിനിമകളേക്കാൾ നിർത്താതെ ചിരിപ്പിക്കുന്ന ഏരിയയിലേക്ക് എത്താൻ ബ്രോമാൻസ് സ്വല്പം സമയമെടുക്കുന്നുണ്ട്. ഡയലോഗ് ഹ്യൂമറും സിറ്റുവേഷൻ ഹ്യൂമറുമുള്ള ഫൈനൽ ആക്ട് ഉപയോഗിച്ച് ആളുകളെ സാമാന്യം നല്ലപോലെ ചിരിപ്പിച്ച് തരക്കേടില്ലാത്തൊരു പടമായി മാറാൻ ബ്രോമാൻസിന് അൾട്ടിമേറ്റ്ലി സാധിക്കുന്നുണ്ട്. ഷിൻഡോയും ബിൻഡോയും സഹോദരന്മാരാണ്. ഒരു ന്യൂ ഇയർ പാർട്ടിയുടെ ഇടയ്ക്ക് ബിൻഡോയ്ക്ക് ഒരു കോൾ വരികയാണ്. ഷിൻഡോയുടെ സുഹൃത്തായിട്ടുള്ള ഷബീർ ആണ് വിളിക്കുന്നത്. ഷിൻഡോയെ കാണാനില്ല എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഷബീർ വിളിച്ചത്. ഏട്ടനെ കണ്ടെത്താൻ വേണ്ടി എറണാകുളത്ത് എത്തുന്ന ബിൻഡോ ഏട്ടനും ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഐഷുവും തമ്മിൽ ഈ അടുത്ത് ബ്രേക്കപ്പ് ആയി എന്ന വിവരം അറിയുന്നു. ഷബീറിനെയും ഐഷുവിനെയും ഹാക്കറായ ഹരിഹര സുധനെയും ഗുണ്ടയായ കൊറിയർ ബാബുവിനെയും കൂട്ടി ഏട്ടനെ കണ്ടെത്താൻ ഇറങ്ങുന്ന ബിൻഡോയുടെ കഥയാണ് ബ്രോമാൻസിൽ നമ്മൾ കാണുന്നത്. സ്ക്രിപ്റ്റിങ്ങിൻ്റെ ശൈലിയും സിനിമയുടെ ട്രീറ്റ്മെൻറ്റും ബാക്കി 2 അരുൺ ഡി ജോസ് സിനിമകളുമായി വളരെയേറെ സാമ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഫൺ മൂഡിലേക്ക് എത്താൻ സിനിമ അത്യാവശ്യം സമയമെടുക്കുന്നുണ്ട്. ഒരു തല്ലുമാലയാകാൻ ശ്രമിക്കുന്ന ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞാൽ പടത്തിൽ ശരിക്കും ചിരിക്കാനൊരു മൊമെൻറ്റ് കിട്ടുന്നത് കൊറിയർ ബാബുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്താണ്. പ്ലോട്ട് ഹെവി ആയിട്ടുള്ള സിനിമ അല്ലാത്തത് കൊണ്ട് തന്നെ എഴുത്തുകാരായിട്ടുള്ള തോമസ് പി സെബാസ്റ്റ്യനും രവീഷ് നാഥും സീനുകൾക്കുള്ളിൽ ഹ്യൂമർ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. രണ്ടാം പകുതിയിലെ ഒരു വലിയ ശതമാനം സമയവും ഒരു ഫോൺ കയ്യിൽ കിട്ടാൻ വേണ്ടി ഈ ഗ്യാങ് കളിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. സിറ്റുവേഷണൽ ഹ്യൂമർ വർക്കാകുന്നത് കൊണ്ട് മാത്രമാണ് ആ ഭാഗങ്ങൾ നമ്മൾക്ക് വലിയ കുഴപ്പമില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് ചൂടാകുന്ന ബിൻഡോ എന്ന കഥാപാത്രത്തെയാണ് മാത്യു തോമസ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തുടക്ക ഭാഗങ്ങളിൽ ഈ ഒരു ചൂടാകൽ സ്വഭാവം ഒരു കാരിക്കേച്ചർ ഫീൽ തരുന്നുണ്ടെങ്കിലും കഥ മുന്നോട്ട് പോകും തോറും ഈ ഒരു സ്വഭാവവിശേഷം സിനിമയുടെ ട്രീറ്റ്മെൻറ്റിന് യോജിച്ചതായിട്ട് മാറുന്നുണ്ട്. സിനിമയുടെ ഭൂരിഭാഗം സമയത്തും അർജുൻ അശോകൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ സ്വഭാവത്തിലാണ് പോകുന്നത്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ കഥാപാത്രം ഗിയർ മാറ്റുന്നുണ്ട്. ഓവറാകാൻ നല്ല സാധ്യതയുള്ള ഒരു ഏരിയയിൽ അർജുൻ്റെ പെർഫോമൻസ് ഫലപ്രദമായ രീതിയിൽ ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഐഷു എന്ന കഥാപാത്രമായി വന്നിട്ടുള്ള മഹിമ നമ്പ്യാർക്ക് നല്ലൊരു റോൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ആണുങ്ങൾക്കൊപ്പം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു അത്. സ്വതസിദ്ധമായ ശൈലിയിൽ കൗണ്ടർ ഡയലോഗുകളും ഞെട്ടിയ എക്സ്പ്രഷനുകളും ഒക്കെ ഇട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് ഹരിഹര സുധനായിട്ട് വന്നിട്ടുള്ള അമൽ ഡേവിസ്, സംഗീത് പ്രതാപാണ്. സിറ്റുവേഷണൽ ഹ്യൂമർ നല്ലപോലെ ആവശ്യമുള്ള ഈ സിനിമയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ സംഗീത് സ്വന്തം പെർഫോമൻസിലൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. സ്വാഗറും ഹ്യൂമറും മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ കലാഭവൻ ഷാജോണിന് സാധിച്ചിട്ടുണ്ട്. പാട്ട്, ഡാൻസ് സീനുകളിൽ പുള്ളിയുടെ തലകൊണ്ടുള്ള സ്റ്റെപ്പിടൽ രസകരമായിരുന്നു. ശ്യാം മോഹൻ, ബിനു പപ്പു, അംബരീഷ്, ഭരത് ബൊപ്പണ്ണ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് താരങ്ങൾ. അരുൺ ഡി ജോസിൻ്റെ ആദ്യ ചിത്രങ്ങളിൽ നിന്നും ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് സ്റ്റൈൽ ഫാക്ടർ തന്നെയാണ്. തുടക്കത്തിലെ ക്രെഡിറ്റ് സോങ് ആണെങ്കിലും അവസാനം വരുന്ന ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും വളരെ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. നിയോൺ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിമിങ് ഒരു അൺറിയലിസ്റ്റിക് ജെൻസി മൂഡ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാം പകുതിയിലാണ് പ്രധാനമായും ഈ ഒരു സ്റ്റൈൽ ചേഞ്ച് കാണുന്നത്. കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ അരുണിൻ്റെ സ്ഥിരം ശൈലിയിലേക്ക് പടം പോകുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഹ്യൂമർ കൂടുതൽ വർക്കാകുന്നത്. ഭാഗ്യവശാൽ അവർ ഈ സീനുകളൊന്നും വല്ലാതെ ഓവർഡു ചെയ്യുന്നില്ല. സിനിമയുടെ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുമാണ് ഇതിലുള്ളത്. ബ്രൈറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമുകളും ഒരുപാട് കളറുകളും എല്ലാം കൂടെ ഒരു ഫങ്കി എനർജി ഈ പടത്തിന് കൊടുക്കുന്നുണ്ട്. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ആദ്യ 2 സിനിമകളായ ജോ ആൻഡ് ജോയും 18+ഉം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബ്രോമാൻസിലും നിങ്ങൾക്ക് ചിരിക്കാനുള്ള മൊമെൻറ്റുകൾ പല സ്ഥലത്തും ഉണ്ട്. ഒരു പൂർണ്ണ സംതൃപ്തി പ്രേക്ഷകന് തരിക എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ബ്രോമാൻസ് അരുണിൻ്റെ സിനിമകളിലെ ഏറ്റവും വീക്ക് പടം തന്നെയാണ്. പക്ഷേ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഹ്യൂമർ പിടിച്ചു പോകുന്ന ഈ പടം ഈസിയായി കണ്ടിരിക്കാവുന്ന ഒരു തമാശ പടമായിട്ടാണ് ആകെ മൊത്തത്തിൽ മാറുന്നത്. ഇത്രയുമായിരുന്നു ബ്രോമാൻസിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്